മാംഗോ ഐസ്ക്രീം ഇഷ്ടമില്ലാത്തവരാരും അല്ലല്ലേ. എന്നാൽ പിന്നെ നമുക്ക് നല്ല അടിപൊളിയൊരു മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കാം. ഇനി നമ്മൾ 2 പഴുത്ത മാമ്പ എടുക്കണം കേട്ടോ. നല്ല പഴുത്ത മാങ്ങ എടുത്ത് ചെറുങ്ങനെ മുറിച്ചിട്ട് മിക്സിയിലേക്ക് ഇടുക. പിന്നെ നമുക്ക് വേണ്ടി പഞ്ചസാര 1 കപ്പ് പഞ്ചസാര എടുത്താൽ കേട്ടോ. നല്ല മധുരം ഉണ്ടാവും. ഐസ്ക്രീം നല്ല മധുരമുള്ള സാധനമല്ലേ. പിന്നെ നമുക്ക് വേണ്ടി എന്തെന്നാന്നല്ലേ, നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ എടുത്തോ. നിങ്ങൾക്ക് എത്ര ഐസ്ക്രീമാണോ അതിനനുസരിച്ച് എടുത്തോ കേട്ടോ. 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് മാറ്റി നല്ലോണം ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ വിസ്ക് എടുത്തിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആക്കി എടുത്താലും മതി. നല്ലോണം സോഫ്റ്റായി വന്നാൽ പിന്നെ നമുക്ക് വേണ്ടിയത് 2 സ്പൂണോ 3 സ്പൂണോ കാർഡല്ലിട്ട തൈര്, നല്ല തൈര്, കട്ട തൈര്, പുളിപ്പില്ലാത്ത കട്ട തൈരും പറഞ്ഞ് നല്ലോണം പിന്നെ സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ. നല്ലോണം സോഫ്റ്റ് ആക്കി എടുത്താൽ പിന്നെ നമ്മൾ അതിലേക്ക് നേരത്തെ മാങ്ങേൻ്റെ പൾപ്പ് അടിച്ച് വെച്ചിട്ടില്ല, അതോട്ടിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം. നല്ലപോലെ ഇളക്കണേ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നല്ലോണം മിക്സാക്കി എടുക്കണം കേട്ടോ. ഈ മയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഐസ്ക്രീം തിന്നാനില്ല. നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ തിന്നാൻ. ഇങ്ങനെ സോഫ്റ്റായിട്ട് വന്നാൽ നമ്മൾ നേരെ ഒരു ബൗളിലേക്ക് മാറ്റണം കേട്ടോ. നമ്മളെ ഐസ്ക്രീം മിക്സ് നല്ലോണം മാറ്റിക്കോ. നല്ല അടിപൊളിയായിട്ട് മാറ്റി നല്ലോണം സെറ്റാക്കി എടുക്കണ്ടേ. ഇനി നമ്മളെന്ത് പണിയെടുക്കണം, ഇതിൻ്റെ മേലൊരു നമ്മൾ കവറില്ലേ, കവർ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഫോയിലും പേപ്പർ, നമ്മളെടുത്ത് ഇപ്പോൾ ഫോയിലും പേപ്പർ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ നല്ല ഒരു സഞ്ചി ഓറയോ എന്തെങ്കിലും എടുത്തിട്ട് നല്ലോണം മേലെ നല്ല സെറ്റാക്കി എയർ ടൈറ്റാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഒരു മോന്തി മൊത്തം ഫ്രിഡ്ജിൽ നിന്നോട്ടെ. മോന്തി എന്ന് പറഞ്ഞാൽ തിരിഞ്ഞിട്ടില്ലേ, ഒരു രാത്രി മൊത്തം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി ഇങ്ങോട്ട് നമ്മൾ അടിപൊളി കിടക്കാച്ച് എന്ത് റെഡി, നമ്മളെ മാംഗോ ഐസ്ക്രീം റെഡി. അതിൻ്റെ മേലെ കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പിസ്ത അണ്ടിപ്പരിപ്പെല്ലാം ഇട്ടെന്നാൽ നല്ലോണം കടിക്കുകയും ചെയ്യല്ലോ. എന്നാൽ പിന്നെ എല്ലാവരും വേഗം പോയിട്ട് ട്രൈ ചെയ്ത് നോക്കട്ടാ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട.